സലൂട്ട് ഭാരത്. നമ്മളോടൊപ്പമുള്ളത് മാധ്യമ നിരൂപകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഫക്രുദ്ദീൻ അലിയാണ്. സാർ, സ്വാഗതം. സാറ്, 2 ദിവസങ്ങളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചില പ്രസ്താവനകൾ അത് വളരെ അലാമിംഗ് ആണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഒരു അടിയന്തരാവസ്ഥയിലേക്ക് രാജ്യം നീങ്ങുകയാണോ എന്ന തരത്തിലാണ് അദ്ദേഹം ചില മുന്നറിയിപ്പുകൾ നൽകിയത്. ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, വലിയ ഒരു പ്രതിബന്ധം നമുക്ക് നേരിടാനിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അദ്ദേഹം തരുന്നത്. അത്രയ്ക്ക് ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ കാണണം. കാരണം ഈ ഓയിൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പോലെ രാജ്യത്ത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് ഓയിൽ ആവശ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത, അതിന് വേണ്ടിയിട്ട് മറ്റു ലോകരാജ്യങ്ങൾ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇ വി വിപ്ലവമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ആളുകൾക്ക് ഇ വി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ റെഡിയല്ല. ഇപ്പൊ ഇ വി ആക്സെപ്റ്റ് 2 വണ്ടിന്റെ ഒരു വണ്ടി ഇ വി ആവുന്നതാണ് നല്ലത്. കാരണം നമുക്കൊരു മറ്റേ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഒരു വണ്ടി ഓടിക്കാം. ഇ വി എന്റെ ഇപ്പോൾ ഞാനൊരു ഇ വി ഉപയോഗിക്കുന്നുണ്ട്, കാർ ഉപയോഗിക്കുന്നു, ടാറ്റയുടെ ടിയാഗോ. നല്ല വണ്ടിയാണ്, നല്ല കംഫർട്ടാണ്. നമുക്ക് എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ പോയി വരാനുള്ള ധൈര്യം കിട്ടും, അതിനിടയ്ക്ക് റീചാർജും ചെയ്യണ്ട. പിന്നെ ആളുകൾക്ക് എന്തൊരു പേടി പോലെയാണ് ഇ വി മേടിക്കാന്നുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേശസ്നേഹത്തിന്റെ പ്രകടനം കൂടിയാണ്. കാരണം ഈ ഓയിൽ ക്രൈസിസിനെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മറികടക്കാൻ പറ്റും. അങ്ങനെ മോഡി തന്നെ പറഞ്ഞു തോന്നും ഇ വിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. മോഡി അത് പ്രത്യേക താല്പര്യം എടുക്കുന്നുണ്ട്. മോഡിയുടെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ടാറ്റയും മഹീന്ദ്രയും ഈ കാര്യത്തിൽ ലീഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ക്രൈസിസ് ശരിക്കും നിലവിലുള്ള ലോകക്രമത്തെ റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപും ഇസ്രായേലും കൂടി കൊണ്ടുവന്ന ഒന്നാണ്. നമ്മൾ ഈ BJP ഹിന്ദുത്വവാദികൾക്ക് ഒരു പ്രശ്നമുണ്ട്. അവർ ഈ മുസ്ലിം വിരോധം കൊണ്ടാണ് തോന്നുന്നത്. മുസ്ലിം വിരോധം അത് ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പണ്ടത്തെ മുസ്ലിം വിരോധത്തിന്റെ ഒരു ബാക്ക്ലോഗ് ഉള്ളതുകൊണ്ടായിരിക്കും. ഇസ്രായേൽ എന്ത് ചെയ്താലും അതിനൊക്കെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇസ്രായേൽ തനി കച്ചവടക്കാരായ രാജ്യമാണ്. ജൂതന്മാരെ കച്ചവടക്കാർ. അവർക്കാരുടെ മതത്തെക്കാളും കൂടെ അവർക്ക് അവരുടെ കച്ചവടമാണ്. ഇന്നത്തെ ഈ ആധുനിക ലോകക്രമം രൂപപ്പെടുത്തിയ ജൂതന്മാരാണ്. അതായത് നിങ്ങളിപ്പോ കാണുന്ന ജനാധിപത്യവും സെക്യുലറിസവും ഇത്തരം സാധനങ്ങളൊക്കെ അവരുണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അവരെന്തുകൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് രാജ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇന്റർനാഷണലിസം വേണം. അങ്ങനെ അവർ കമ്മ്യൂണിസത്തെയൊക്കെ പ്രോത്സാഹിച്ചു. അത് ഇന്റർനാഷണലിസം ആണല്ലോ. പിന്നെ അവർക്ക് സ്വന്തമായ രാജ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഭരിക്കാൻ പറ്റും. അപ്പൊ ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കാൻ പറ്റും. എങ്ങനെയാണ്? നിങ്ങൾക്ക് തിരുവിതാംകൂർ രാജാവിന് അങ്ങനെ എളുപ്പം വിലക്ക് മേടിക്കാൻ പറ്റില്ല. പണ്ട് തരകൻ തിരുവിതാംകൂർ രാജാവിന് സഹായം ചെയ്ത് വിലക്ക് മേടിക്കാൻ നോക്കി. പക്ഷെ വേറെ തന്നെ 8ന്റെ പണി കൊടുത്തു. അങ്ങനെ അവരെ സംബന്ധിച്ച രാജ്യമാണ് പ്രധാനം. അതിന്റെ ഇടയ്ക്ക് മറ്റു അജണ്ടകൾ കയറ്റാൻ അവർ സമ്മതിക്കില്ല. എന്നാൽ ജനാധിപത്യത്തിൽ നിങ്ങൾ ആളുകളെ വിലക്കെടുക്കാൻ വളരെ എളുപ്പമാണ്. ജനാധിപത്യത്തിൽ നമ്മളീ പറയുന്ന ബൗദ്ധതയെ കണ്ടെങ്കിൽ പോലും പൊതുവെ നമ്മൾ ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു കുപ്പിയും 500 രൂപയും കൊടുത്താൽ അവിടെ വീഴുന്ന. പിന്നെ അപൂർവമായിട്ടാണ് ജനങ്ങൾ ഈ 2 സ്ഥലത്തുനിന്നും കുപ്പി മേടിച്ചിട്ട് വിജയിന് വോട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉള്ളൂ. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രാഷ്ട്രീയക്കാർ തന്നെ പറയും, നമ്മൾ കാണുന്നതല്ലല്ലോ, അതിനപ്പുറത്തും ഉണ്ട്. അപ്പം ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ വളരെ എളുപ്പമാണ്. പലപ്പോഴും ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ ജനാധിപത്യത്തിന്റെ തടഞ്ഞു കയറി മത വർഗീയ ചിന്താഗതിയൊക്കെ വളർത്തി അവർക്ക് തലപ്പത്ത് കയറിയിരിക്കാൻ പറ്റും. അവർക്കൊരു ദേശസ്നേഹം ഉണ്ടാവില്ല. അവരവരുടെ ആത്മാവ് തന്നെ തീർത്താനും വിൽക്കാൻ തയ്യാറായി വരുന്നവരാ. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്, ജനങ്ങളെ പറ്റിക്കാന്നുള്ളത്. ജനങ്ങളെ പറ്റിക്കാൻ നിന്നൊടുക്കുകയും ജാതി മതമൊക്കെ ഇന്ന് കൊളുത്തി കൊടുത്താൽ മതി. അങ്ങനെയുള്ള ആളുകളെ വിലക്കെടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയാണ് ജനാധിപത്യ സംവിധാനം അവർ കൊണ്ടുവന്നത്. നമ്മള് ഇപ്പോ വന്ന വിവരങ്ങൾ പ്രകാരം നമ്മുടെ കൊമേഴ്സ്യൽ ഗ്യാസ് സിലിണ്ടറിന് ഒറ്റയടിക്ക് 1000 രൂപയോളം കൂട്ടി. ഡീസൽ പെട്രോൾ വില വർധനവ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് പറയുന്നു. നമ്മുടെ ഹൗസ് കണക്ഷൻ ഉള്ള സിലിണ്ടറിന്റെയും വില കൂടുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ മുമ്പ് ഗൾഫ് യുദ്ധകാലത്തൊക്കെ പെട്രോൾ ബങ്കിന് മുമ്പിൽ വലിയ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ചില വാർത്തകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പൊ അത്രയ്ക്ക് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പെട്രോളിയം മന്ത്രാലയം ലോക്സഭയിലൊക്കെ നടത്തിയ പ്രസ്താവന പ്രകാരം കാര്യങ്ങൾ അണ്ടർ കൺട്രോൾ ആണ് എന്ന് ആവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയും ഈ അവകാശവാദവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ. അതെ, ഇതിന്റെ കാര്യം അത് ഞാൻ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി നമുക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നു. ഞാനതാണ് പറഞ്ഞിട്ടുണ്ടോ അത് ഇടയ്ക്ക് നമ്മൾ കോൾ വന്ന് കട്ടായി. ഈ ജൂതന്മാരുടെ 1-ാം ലോക മഹായുദ്ധ സമയത്ത് അവര് അന്ന് തുർക്കിയുടെ സുൽത്താനാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തികളുണ്ട്. അവരോട് പറഞ്ഞു
നിങ്ങൾ പലസ്തീന്റെ രാജ്യം നമുക്ക് തരണം, അങ്ങനെയാണ് നമ്മൾ നിങ്ങളെ യുദ്ധം ചെയ്യിപ്പിക്കുക. കാരണം ഇവർക്ക് പൈസ ഉണ്ട്, കാരണം ഇവർക്ക് കണക്ഷൻ ഉണ്ട് ഇന്റർനാഷണലി. അപ്പൊ ഇവരുടെ ചാരവൃത്തിക്ക് ഇവന്മാർ വളരെ അന്നേ ഫേമസ്. അപ്പൊ തുർക്കിയിലെ രാജാവ് പറഞ്ഞത് നമ്മളെ അറബ് സഹോദരങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നേരെ ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ട് യുദ്ധത്തെ നമ്മളെ ഏൽപ്പിച്ചാൽ നമുക്ക് അവിടെ രാജ്യം തന്നെ. ഇംഗ്ലണ്ട് വാസ് റെഡി ടു ആക്സെപ്റ്റ്. ആ സമയം തൊട്ടാണ് ഇംഗ്ലണ്ട് യുദ്ധത്തിൽ ജയിച്ചു തുടങ്ങിയത്. അങ്ങനെ അവർ ഒന്നാം ലോക മഹായുദ്ധം ജയിച്ച ഇസ്രായേൽ നേടിയെടുത്തു. ഈ ഒന്നാം ലോക മഹായുദ്ധം തന്നെ ഇവരുണ്ടാക്കിയ യുദ്ധമാണ്. അത് നിങ്ങൾ ചെറുപ്പം നോക്കിയാൽ മനസ്സിലാവും. ഇവർ യൂറോപ്പിലെ രാജ്യങ്ങളെ പരസ്പരം ഇവരുണ്ടാക്കിയ യുദ്ധമാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം. ഈ വിപ്ലവങ്ങൾ ഇവരുണ്ടാക്കിയതാണ് രാജവംശങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവർ അമേരിക്കനെ യുദ്ധത്തിലൊന്നും പെടുത്താതെ നോക്കി. അവസാനം അമേരിക്ക ലോകശക്തിയായി മാറി, ബാക്കിയുള്ള തകർന്നു പോയി. ഇവരുണ്ടാക്കി ഈ ലോകക്രമത്തിന്റെ അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ അമേരിക്കനെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്ത് നിലവിലുള്ള ചെറുത്ത് നിൽക്കാൻ ശേഷിയുള്ള ശക്തികളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി ഇറാനാണ്. പക്ഷെ ഇറാന് നേരിട്ടുള്ള അക്രമം അല്ലേ, ഇത് ഇന്ത്യയെ കൂടി കണക്കാക്കിയുള്ളതാണ്. കാരണം ട്രംപ് നിങ്ങൾക്ക് ഭ്രാന്താണെന്നൊക്കെ തോന്നുന്നത് ട്രംപ് ഭ്രാന്തല്ല, ട്രംപിന്റെ ഒരു ബുദ്ധികളുണ്ട്. അത് സിയോണിസ്റ്റ് ലോബിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കീഴടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യയില് ശക്തമായ ഭരണകൂടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഹാങ് ആയിട്ടുള്ള ഗവൺമെന്റുകൾ വരണം. അല്ലെങ്കിൽ ഈ രാജീവ് ഗാന്ധിക്ക് ശേഷമുള്ള അല്ലെങ്കിൽ നരസിംഹറാവുവിന് ശേഷമുള്ള കോൺഗ്രസ് പോലെ വിലക്കെടുക്കാൻ പറ്റിയൊരു സംവിധാനം വരണം. അപ്പോ മോഡിയുള്ള സമയത്ത് അത് പറ്റില്ല. മോഡിനെ പോലെയുള്ള ശക്തമായ ഭരണാധികാരി ഉള്ളപ്പോൾ പറ്റില്ല. അപ്പൊ മോഡിനെ എങ്ങനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും? യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ കൊണ്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. ചൈന തൽക്കാലം നമ്മളോട് യുദ്ധത്തിന് വരില്ല. പിന്നെന്താണ്? ഇലക്ട്രോണൽ ബാറ്റിൽ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങേരെ ജനങ്ങൾ വെക്കണമെങ്കിൽ എന്ത് വേണം? ഈ രാജ്യത്ത് അതിശക്തമായ ദാരിദ്ര്യവും കഷ്ടപ്പാടും വന്ന് നമ്മൾ കഷ്ടപ്പെടണം. നമ്മൾ 2 ദിവസമൊക്കെ കഴിഞ്ഞ് ദേശസ്നേഹം മോഡി സ്നേഹം പറഞ്ഞിരുന്നു. 4-ാം ദിവസം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഗ്രീസിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്രൈസിസ് ഉണ്ടാക്കണം. ഈ ക്രൈസിസിലൂടെ അവരുദ്ദേശിക്കുന്ന ചില ആളുകൾ അവിടെ അധികാരത്തിൽ കൊണ്ടുവരണം, മോഡിനെ വെറുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ഒരുക്കണം. നമ്മളിത് ആദ്യം മനസ്സിലാക്കണം. ഇത് വെറുതെ ഇറാനുള്ള അക്രമമല്ല. ഇതിന്റെ റിപ്ലിക്കേഷൻസ് എന്തായിരിക്കും, ലോക രാജ്യങ്ങൾ എന്തായിരുന്നൊക്കെ ആലോചിച്ച് കണക്കൂട്ടിയിട്ടാണ് ഗവൺമെന്റ് പഠിച്ചു വെക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇപ്പൊ ആക്രമിച്ചു, മുമ്പ് ആക്രമിച്ചുകൂടായിരുന്നു? ഇപ്പൊ എന്ന് വെച്ചാൽ അമേരിക്ക ഷെൽ ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അവർക്ക് ഇപ്പൊ വലിയ റിസർവും ഉണ്ട് ഈ ഓയിലിന്റെ. അപ്പൊ അവരെ ഇത് ബാധിക്കുന്നില്ല. വലിയ ഇലക്ട്രിക് വാഹനങ്ങൾ അവിടെ നിരത്തിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ ഇത് ബാധിക്കുള്ളൂ, അവരെ ബാധിക്കില്ല എന്ന് അവർക്ക് അറിയാം. അപ്പോഴാണ് ഇറാനെ അവരിപ്പോ ഇങ്ങനെ ആക്രമിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ മോഡിയെ സബോട്ടാഷ് ചെയ്യാനുള്ള ഗൂഢാലോചനയുണ്ട്. അതിനിപ്പോ ഇതിന് പ്രത്യക്ഷത്തിൽ നമുക്ക് അമേരിക്കയായി തോന്നാമെങ്കിൽ ഇതിന് പിന്നിൽ സിയോണിസ്റ്റ് ലോബിയാണ്. അവരുടെ ആത്യന്തികമായി അവർക്ക് ആരും ശത്രുക്കളും ഇല്ല, മിത്രങ്ങളും ഇല്ല. അവർക്ക് ബിസിനസ് നടത്താൻ, അവർക്ക് ലോകത്തെ കീഴടക്കണം, അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ ഇവിടെ ഈ ഓയിൽ ക്രൈസിസ് ഉണ്ടായി നമ്മൾ ഗൾഫ് യുദ്ധങ്ങളുടെ സമയത്ത് കണ്ട പോലെ, അന്ന് നമ്മളൊക്കെ കുട്ടികളാണ്, പെട്രോൾ പമ്പിന്റെ മുന്നിലൊക്കെ നീണ്ട ക്യൂ. വീടുകൾ സാധാരണക്കാർ ഇപ്പം 1000 രൂപയാണ് 10 ലക്ഷത്തിൽ കൂടുതൽ മാസ വരുമാനമുള്ള ഒരു ഫാമിലിയിലെ ഗ്യാസ് സിലിണ്ടറിന്റെ ഒരു സിലിണ്ടറിന്റെ വില വർദ്ധനവ് കോസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് 1000 രൂപയാണ്. ഈ 10 ലക്ഷം എന്നുള്ളത് കൃത്യമായി ടാക്സ് കൊടുക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ കാര്യമാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകുന്ന പോപ്പുലേഷന്റെ ഒരു 5% വരും. ഈ 5% മാറി ചിന്തിച്ചാൽ പോലെ തന്നെ ഇന്ത്യയിലെ അർബൻ മേഖലകൾ വലിയ മാറ്റം വരും. ഇപ്പം കെജ്രിവാളിന്റെ മോഡിക്ക് ഡൽഹിയിലെ അടിസ്ഥാനം തോൽപ്പിക്കാൻ പറ്റിയ എന്തുകൊണ്ടാണ്? 10 ലക്ഷം വരെ മറ്റോ ഈ റവന്യൂ ഉള്ള ആളുകൾ ടാക്സ് ഒഴിവാക്കിക്കൊള്ളു. അതാണ് അവസാനത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുക, നിലവിലുള്ള ഗവൺമെന്റ് അതിൽ നെഗറ്റീവായിട്ട് ഒരു വികാരമുണ്ട്. അന്ന് ഗൾഫ് യുദ്ധ സമയത്ത് നമ്മൾ കണ്ടതുപോലെയല്ല. അന്ന് നിങ്ങളെ നാട്ടിൽ ആകപ്പാടെ SNDP-ന്റെ സെക്രട്ടറിക്കും NSSന്റെ കരയോഗം പ്രസിഡന്റിനും ഒക്കെ ഓരോരോ കാർ ഉണ്ടാവുന്നല്ലാതെ, അല്ലെങ്കിൽ ബുള്ളറ്റ് ഉണ്ടാവുന്നല്ല. നാട്ടുകാർക്ക് കാറൊന്നുമില്ല. ഇപ്പൊ മിക്കവർക്കും കാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബൈക്ക് ഉണ്ട്. അന്ന് ബസ്സുകളായിരുന്നു ഈ ക്യൂ നിന്നുകൊണ്ടിരുന്നത്, നമുക്കറിയാം. ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടും കൂടിയിട്ടുണ്ട്, പ്രൈവറ്റും കൂടിയിട്ടുണ്ട്. ക്യൂ നിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ അന്തവും കുന്തവും ഉണ്ടാവും. അത് വലിയൊരു ക്രൈസിസിലേക്ക് പോകും. അത് വലിയ അട്രോസിറ്റീസും അരാജകത്വം രാജ്യത്തുണ്ടാകും. അപ്പൊ നമ്മൾ കാണേണ്ട 2 കാര്യമാണ് ഇതിന്റെ. 2 കാര്യമാണ്. ഒന്ന്, ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന. 2, ടാർഗറ്റിംഗ് ഇന്ത്യ ടു. പ്രത്യക്ഷത്തിൽ ഇറാൻ തോന്നാമെങ്കിലും ഒരു മെയിൻ ടാർഗറ്റ് ഇന്ത്യ ആൻഡ് മോഡിയാണ്.
രണ്ടാമത്തെ കാര്യം, ഇത് അപകടകരമായ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 40 ദിവസത്തെ റിസർവ് നമ്മളെ കയ്യിലുള്ളൂ. യെസ്. ഇപ്പോ നമ്മുടെ ഇറാനും അമേരിക്കയുമായിട്ട് ചില ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ മുന്നോട്ട് പോയി. പക്ഷെ ഇപ്പോൾ ട്രംപ് പറയുന്നു ഇറാന്റെ നിർദ്ദേശങ്ങളൊന്നും സ്വീകാര്യമല്ല, അത് പാടെ തള്ളിക്കളയുന്നു. അതിന്റെ ഇടയിൽ ട്രംപ് നേരെ ചൈനയിലേക്കും വെച്ച് പിടിക്കുന്നുണ്ട്. അവിടെ 3 ദിവസത്തെ സന്ദർശനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്താണ്? ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് ട്രംപ് കൂടെ പറയുന്നുണ്ടെങ്കിലും കാര്യം അത്രയ്ക്ക് മുന്നോട്ട് പോകുന്നുമില്ല. അപ്പൊ ട്രംപ് ഇനി എന്താണ് ഉദ്ദേശിക്കുക? അവിടെ എന്തായിരിക്കും അവരുടെ അമേരിക്കയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? അല്ല, അയാൾക്ക് അതിലൊന്നൊരു താല്പര്യമില്ല. അയാളെ സംബന്ധിച്ചത് ഈ ക്രൈസിസ് ഇങ്ങനെ നീണ്ടു പോയിട്ട് ലോകം അയാളൊരു മുഖം മാത്രമാണ്. ഈ ഉണ്ണികൃഷ്ണൻ മറ്റേ സിനിമ പറയുന്ന പോലാണ്, പ്രതിച്ഛായകളേ ഉള്ളൂ, ആളുകളില്ല. ഇപ്പൊ നിങ്ങളെ കണ്ടാൽ നിങ്ങളൊരു മസ്ലനാണോ? അത് മാത്രം, നിങ്ങൾ മസ്ലനാണോന്നില്ല. അതുപോലെ പ്രതിച്ഛായകളേ ഉള്ളൂ. അപ്പൊ ഇയാളെ ഈ പ്രതിച്ഛായകൾ നിർണ്ണയിക്കുന്ന ഒരു ടീമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിയോണിസ്റ്റ് അമേരിക്കയിലെ ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. അവരുടെ ആവശ്യം ഇത് പെർസിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ലോകരാജ്യങ്ങളിൽ ക്രൈസിസ് ഉണ്ടാവണം, ഇന്ത്യ ഉൾപ്പെടെയുള്ള. നമ്മളതൊന്നും സാഹിബ് കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾ വെറുതെ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കണം. അങ്ങനല്ല സാഹിബ്, അവന്റെ ഉദ്ദേശം വേറെയാണ്. ഇവിടെയുള്ള ഈ ഹിന്ദുക്കളെ പോലെ മുസ്ലിംസിനെ പോലെ ഉള്ളിലുള്ള മുഖത്ത് കാണിക്കുന്ന ആളല്ല ഈ സാഹിബന്മാർ. അവൻ അന്തയ്ക്ക് വിളിച്ചാൽ ചിറ്റോടി, മനസ്സിലായി? അപ്പോ അവരെ സംബന്ധിച്ച് ഈ ക്രൈസിസ് ഉണ്ടാകണം. ക്രൈസിസ് ഉണ്ടാക്കി മാത്രമല്ല, ഇങ്ങനെ ക്രൈസിസ് ഉണ്ടാക്കി മോഡി പോയി കഴിഞ്ഞാൽ ഇവിടെ അവര് വൻ രീതിയിൽ ഇപ്പം ഇവിടെ ഈ ഇവാഞ്ചലിസ്റ്റ് മതം ഇന്ത്യയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കണക്ക് വരുമ്പോൾ കാണാം, ഏതാണ്ട് 12% അടുത്ത് വരും. റിയൽ കണക്കെടുത്താൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞത് റോമൻ ക്രിസ്ത്യാനികളെ പറ്റിയല്ല, ഇവാഞ്ചലിസ്റ്റുകൾ. അവർക്കിപ്പോ തമിഴ്നാട്ടിൽ ഭരണം കിട്ടും, ആന്ധ്രാപ്രദേശ് ഏതാണ്ട് അവർ കയ്യിലടങ്ങി, മനസ്സിലായോ? ഈ കേരളത്തിൽ നിന്ന് പറയുന്ന ഇവാഞ്ചലിസ്റ്റ് ഉത്തരേന്ത്യൻ പ്രദേശങ്ങൾ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്ന കേരളത്തിൽ നിന്നുമായ രാഷ്ട്രീയക്കാരൊന്നും, കേരളത്തിൽ നിന്നുമായ സിവിൽ സർവീസുകാർ നിന്നാണ്. ഇപ്പൊ മോഡുള്ളതുകൊണ്ട് അത് നടക്കുന്നില്ല. അപ്പൊ അതൊക്കെ അവർക്ക് തിരിച്ചു കൊണ്ടുവരും. അതിന് കേരളത്തിന്റെ ഭരണമാറ്റം വേണം. അപ്പൊ ഇതൊക്കെ കണക്കാക്കിയുള്ള, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ പ്രാന്ത് പറയുന്ന പോലെ നല്ലത്, ഇത് ഈ അജണ്ട വെച്ചുകൊണ്ടാണ്. ഈ ഗൾഫ് രാജ്യങ്ങളെ താക്കണമെന്ന് അവർക്കില്ലായിരുന്നു. അതാണ് വേറൊരു കാര്യം. അത് ഗൾഫ് രാജ്യങ്ങൾ അവർക്ക് ഭീഷണിയല്ല, ബിക്കോസ് ദേ ആർ നോട്ട് എ മിലിറ്ററി പവർ, ബട്ട് ഇന്ത്യ ഈസ് എ അപ്കമിങ് മിലിറ്ററി പവർ. അതാണ് പ്രശ്നം. അനുഭവം ഉണ്ട്. അപ്പൊ നമ്മൾ കളിക്കാൻ അവർക്കൊരു പേടിയുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അവരുടെ ഒരു പാവം ഭരണകൂടം സ്ഥാപിക്കണം. അത് BJP ആവശ്യം സ്ട്രോങ് ആയിരിക്കുന്ന കാലത്തുള്ള അത് പറ്റില്ല. പിന്നെ എങ്ങനെ ഇവരെ സ്ട്രോങ് അല്ലാതാക്കാം? ഇവിടെ ഒരു ക്രൈസിസ് വേണം, അത് മോഡി ഭരിക്കുമ്പോൾ പറ്റും. എന്നിട്ട് ആളുകൾ പട്ടിണി കിടക്കണം, റോഡുകൾ വണ്ടികളും കൊണ്ട് ബ്ലോക്ക് ആകും. അപ്പൊ 40 ദിവസത്തെ റിസർവ് എന്നൊക്കെ ഇതാന്ന് വന്നു പോകും. ഇനി നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പറയുന്ന ഒരു പോയി നമ്മൾ നാഫ്ത ഉപയോഗിച്ചിട്ടാണ് കേരളത്തിന്റെ വലിയ പ്രതിസന്ധി പരിഹരിച്ചത്. പല സ്ഥലത്തും ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് ഒരു പാനിക്കാവേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ആത്മനിയന്ത്രണം പാലിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പൊ നിലവിലുള്ളത്. ശരി, നന്ദി.